തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ മലപ്പുറം ജില്ലയിൽ UDF നേതാക്കൾ യോഗം ചേരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വെൽഫെയർ പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് സഖ്യം യോഗത്തിൽ ചർച്ചയാകും. അരുൺ അമർനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഏത് നിമിഷവും തീയതി പ്രഖ്യാപനം വരും. ചർച്ചകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആര്യ, മലപ്പുറത്തെ സംബന്ധിച്ച് UDFന് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിപരീതമായി കൃത്യമായ ഒരു ഉയർന്ന ഗ്രാഫ് തന്നെയുണ്ട്, ഒരു മേൽക്കോയ്മ തന്നെയുണ്ട്. അപ്പോൾ അത് നിലനിർത്തണം, ഒപ്പം തന്നെ സീറ്റിൽ വർധനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അത് ലീഗിൻ്റെ പങ്ക് വലിയ റോൾ തന്നെയാണ് ലീഗിനുള്ളത്. കാരണം അവരുടെ 2026 എന്നൊരു മിഷനുണ്ട്. ആ മിഷന് മുൻപാകെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. അതിനായി തന്നെ മലപ്പുറത്തെ അവരുടെ സീറ്റുകളുടെ ഉൾപ്പെടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഗ്രാഫ് ഉയർത്തണം എന്നുള്ള ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ തന്നെയുണ്ട്. പല പഞ്ചായത്തുകളിലും കോൺഗ്രസ് ലീഗ് UDF സംവിധാനം തന്നെ ഇല്ലാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പൊന്മുണ്ടം പഞ്ചായത്തിലൊക്കെ കോൺഗ്രസും ലീഗും നേർക്കുനേരാണ്. അതിലൊക്കെ ഒരു ഫോർമുല കണ്ടെത്തണം. ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു ധാരണ അതെങ്ങനെയായിരിക്കും, അത് ലീഗിനുള്ളിൽ തന്നെ എതിർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. UDFനുള്ളിൽ തന്നെ എതിർപ്പുണ്ടാകുന്ന സാഹചര്യമുണ്ട്. പിന്നെ നിലമ്പൂരിൽ ഉൾപ്പെടെ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസുമായി അത്തരത്തിലൊരു ധാരണ ഉണ്ടാകുമോ എന്നൊരു ചോദ്യങ്ങളുണ്ട്. അതിനൊരു മികച്ച ഫോർമുല തന്നെ ഉണ്ടാകുമെന്നാണ് യോഗത്തിന് ശേഷം അല്പസമയങ്ങൾക്ക് മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്തരത്തിൽ എന്തായാലും മലപ്പുറത്ത് കൃത്യമായ ഫോർമുലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ലീഗിന്റെയും UDFന്റെയും ലക്ഷ്യം. ആര്യ.